പെരുന്നാളത്തിന് പ്രാർത്ഥന. പെന്തിക്കോസ് എന്ന് പറഞ്ഞ ഒരു ഭാഗം ഉണ്ടായിട്ടുണ്ട്. അവിടെ വരവോടുകൂടി സ്വഭാവം മാറി നമ്മുടെ ആളുകൾ പലരും ആ കൂട്ടത്തിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. തമ്പാറടിയും പാട്ടും പ്രാർത്ഥനയും പിന്നെ ഒരു മനഃപ്രാർത്ഥനയും തീർന്നു. അത് കാനോനും വേണ്ട, ആധുനികമായ ജീവിതവും വേണ്ട. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് ചെറിയ അറിയാം എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു. ഓർത്തഡോക്സ് സഭയിൽ പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയപ്പെട്ടത്. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്തുതി യോഗപ്പെട്ടതാണ്. ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പറഞ്ഞാൽ സ്തുതി യോഗപ്പെട്ടതാണ്. ആ ആധുനികമായ ആളുകളെ നമ്മൾ മനസ്സിലാക്കി ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വരുമാനത്തിന് വേണ്ടി അതിന് വളരെ ശക്തമായ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ പല കാര്യങ്ങളും വരുന്നുണ്ടെങ്കിലും സംബന്ധിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. സമ്മേളനത്തിനുള്ള മധ്യസ്ഥത പ്രത്യേകമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനത്തിനായിട്ട് പ്രസ്താവിക്കുന്നു. ബലിയനായ എനിക്ക് ഞാൻ വളർത്തിക്കൊള്ളുന്ന 5 കത്തോലിക്കന്മാരുണ്ട്. അതിൽ 5ാമനാണ് എന്നെ ആദ്യമായിട്ട് സഭ രംഗമാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ബാലഭവൻ തുടങ്ങിയപ്പോൾ 10,000 രൂപ ആദ്യമായിട്ട് തന്നിട്ട് അതിന് ഉദ്ഘാടനം നടന്നു. വലിയ ബാബ 100 രൂപ തന്നാണ് പുതുപ്പാട് തുടങ്ങിയത്. ഈ ബാബ കുറിച്ചുള്ള എൻ്റെ അപ്രീസിയേഷൻ മാവേലിക്കരക്കാരനായതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. ദൈവം ഉപയോഗിച്ച് അവർ നല്ല കാതോലിക്കയാണ്. മലബാറിനെ പൊക്കിയതല്ല അദ്ദേഹം മാത്രമാണ്. പിൻഗാമിയാണ് കൊച്ചുതിരുമേനി. അദ്ദേഹത്തിൻ്റെ പരിപാടി എന്നേക്കാൾ കൂടുതൽ പണം പിരിക്കാനുള്ള മിടുക്കാണ്. എന്നെ കായങ്ങളെ കൊച്ചുണ്ണിയെന്ന് കണ്ട പൊടിവത്താപ്പോലത്തെ വളരെ മർത്തവുമായി ഇദ്ദേഹം ഒരു കായങ്ങളെ കൊച്ചുണ്ണിയാണ്. പാവങ്ങളെല്ലാം പോക്കറ്റ് അടിച്ചിട്ട് മറ്റവർക്ക് കൊടുക്കുന്ന ഒരാളാണ്. ഈ പ്രസംഗിക്കാൻ വന്നവരെല്ലാം എൻ്റെ വിദ്യാർത്ഥികളും അച്ഛന്മാരും എല്ലാം എൻ്റെ കുഞ്ഞുങ്ങളുമാണ്. ആ നിലയിൽ ഞാൻ പ്രസംഗം കൂടുതൽ പറയുന്നതാണ് ബസ് പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ പറയുന്ന വഴി 2 വാക്ക് പറഞ്ഞോളാണ്. മുമ്പ് പറഞ്ഞതാണ് 5 മിനിറ്റ് കൂടുതൽ പ്രസംഗിക്കരുത്, ഹാർട്ട് ഏക്കാണ്. ഇപ്പോൾ പറയുന്നത് വേണമെങ്കിൽ കൺവെൻഷൻ പോയി പ്രസംഗിച്ചോളാൻ. ഇപ്പം ഏതായാലും 92ാമത്തെ വയസ്സിൽ കൊടികയറ്റാൻ പൊക്കിക്കൊണ്ട് പോകേണ്ടി വന്നു. ഈ മീറ്റിംഗ് ഞാൻ എപ്പോഴും വന്നുകൊണ്ടിരുന്നതാണ് ഇലക്ഷൻ നടത്താനായിട്ട്. ഇന്ന് മാത്രമാണ് ഇത്ര വലിയൊരു മീറ്റിംഗ് ഇവിടെ നടക്കുന്നത്. മറ്റേ ഇത്ര വലിയ മീറ്റിംഗ് നടക്കുമെങ്കിലും നടന്നിട്ടില്ല. 107ാമത്തെ പെരുന്നാളിൻ്റെ ഒരുപാട് പ്രത്യേകതയിലൊന്നാണ് ഇന്നത്തെ വലിയ ആൾക്കൂട്ടം. ഇത്ര ഒരിക്കലും ഞാൻ കണ്ടില്ല. ഞാൻ എൻ്റെ പട്ടം കിട്ടിയത് 75-ലാണ്. 76 മുതൽ ഞാനിത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. കൊടികയറ്റുന്നത് ഞാനാണ്. ഇത്രയും ആളുകൾ കൊടികയറ്റം ഒരിക്കലും വന്നിട്ടില്ല. ഇന്നിപ്പം ബഹ്റൈൻ പള്ളിക്ക് ഒരു തീർച്ചയായിട്ടും കൊടുത്തു. പുരോഗതികൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പം ഞാൻ എവിടെ പ്രസംഗിച്ചാലും പറയുന്ന ഒരു വാക്കേ ഉള്ളൂ: ഗോഡ് ഈസ് ലവ്, യു ആൻഡ് ഐ മസ്റ്റ് ബി ലവ്. സെൽഫിഷ്നെസ് ഇൻ ദി നേച്ചർ ഓഫ് ആനിമൽസ്. നിങ്ങൾ മൃഗമാകരുത്, മക്കളെ മാത്രം നോക്കുന്ന മൃഗങ്ങളായുള്ള ഇരുക്കാലും മൃഗമാകരുത്. എനിക്ക് ഒരു ലക്ഷം അവാർഡ് കഴിയുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, സ്വാർത്ഥമായി ദ ഗ്രേറ്റസ്റ്റ് സിൻ. വലിയ കാർ ആവശ്യമില്ല, വലിയ വീട് ആവശ്യമില്ല, അതൊക്കെ സ്വാർത്ഥതയാണ്. എവിടെയും ഞാൻ സ്വാർത്ഥിക്കുന്നതിനായിട്ട് പ്രസംഗിക്കും. ഇവിടെ അത് കൂടുതൽ പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഈ വർഷത്തെ പെരുന്നാൾ കൊണ്ട് അനേകായിരം പാവങ്ങൾക്ക് പ്രയോജനം കിട്ടണം. ബാബുകളുടെ ബർത്ത്ഡേ സംബന്ധിച്ച് കുറേ പെൺകുട്ടികളെ കെട്ടിക്കാൻ കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഈ അടുത്ത പെരുന്നാൾ വരുമാനം മുമ്പ് ഈ അടുത്ത കാലം ചെയ്യുന്നതുപോലെ 60 ലക്ഷം ശിവകാശ് മൺവീട് കൊടുക്കാൻ തീരുമാനിച്ച അത്ഭുതമാണ്. പുതിയ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറിയെ അനുമോദിക്കുകയാണ് ചെയ്യുന്നത്.
ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട്. ഈ ഞാനിപ്പോൾ മാവിൽ കോട്ടയം തുടങ്ങിയിരിക്കുന്നതായ പുതിയ ബാലഭവനത്തിന് ഇന്നലെ ഒരു പള്ളിയിൽ പോയി 1 ലക്ഷം കിട്ടി. കഴിഞ്ഞ ആഴ്ച ഒരു പള്ളിയിൽ പോയി 1,27,000 കിട്ടി. ആളുകൾ പണം തന്ന് എന്നെ പണമിട്ട് കൂടുകയാണ്. ഇന്ന് ഇങ്ങനെ പണം വാങ്ങിക്കുന്നതിൻ്റെ പാപം അത് മറ്റവർക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തീരുമെന്നാണ് എൻ്റെ ഉദ്ദേശം. അനീതികളുടെ മാമാനെക്കൂടെ സ്നേഹിതന്മാരെ ഉണ്ടാക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളുടെ എൻ്റെ കയ്യിൽ ഇതെല്ലാം അനീതികളുടെ മാമനാണ്. അത് കടമിടാൻ പാവം കൊടുത്താൽ അതിൽ അനീതിമാർ കിട്ടും. എൻ്റെ പണമെന്ന് പറയുന്നത് അനീതിയാണ്, ദൈവത്തിൻ്റെ പണമാണ്. ഞാനിവിടെയും പ്രസംഗിക്കുമ്പോൾ പറയും നിങ്ങളുടെയാണ് വേണ്ട, ദൈവം തന്നാണ് അങ്ങനെ ഞാൻ പറയും. ഈയിടെ ഒരു സഹോദരൻ അച്ഛൻ പോയിട്ട് പ്രസംഗിച്ചപ്പോൾ ഈ ബാലകം പറഞ്ഞു. ഒരു പണക്കാരൻ്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് എൻ്റെ പണം എൻ്റേതാണ്, ദൈവം തന്നൊന്നുമല്ല. ഞാൻ പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി പണം ആ ദൈവത്തിൻ്റെ അല്ലെന്ന് ആ അച്ഛൻ എന്നോട് പറഞ്ഞതാണ്. ഇങ്ങനെ പറയുന്ന പണക്കാർ പിശാചിൻ്റെ മക്കളാണ്, മൃഗത്തിൻ്റെ മക്കളാണ്, മനുഷ്യരല്ല. എൻ്റേതെന്ന് പറയാൻ പാടില്ല. ദൈവത്തിൻ്റെതാണ് ലോകം മുഴുവനും. കുടുംബം ഉണ്ടാക്കിയതാണ്, നിങ്ങളുടെ എൻ്റെ അല്ല. മനുഷ്യന് അവകാശമില്ല. അത് ആദ്യം പഠിക്കണം. എൻ്റെന്ന് പറയാൻ പാടില്ല. ദൈവം തന്ന കുഞ്ഞ്, ദൈവം തന്ന വീട്, ദൈവം തന്ന പണമെന്നേ പറയാവൂ. നീ ജോലി ചെയ്യാൻ പോകുന്ന ദൈവം ആരോഗ്യം തന്നിട്ടല്ലേ? ഈ കള്ളന്മാർ സത്വം പറയുന്ന കള്ളന്മാരാണ്, മൃഗങ്ങളാണ്, മനുഷ്യരല്ല. എൻ്റേതെന്ന് പറയാമോ? എൻ്റേതാണ് ദൈവത്തിന് എല്ലാ വക കൊടുത്തിരിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. എൻ്റെ സഹോദരപുത്രൻ അമേരിക്കയിലുണ്ട്. ഇതിനെ കാണാൻ വന്നു. നമുക്ക് പറയാം തിരുമേനിയുടെ ക്യാപിറ്റൽസ് അമേരിക്ക വരാൻ പോവുക. എന്തുവാടാ? ദൈവത്തിൻ്റെ എല്ലാ മക്കൾക്കുള്ള അതായത് അമേരിക്ക വരാൻ പോകുന്നത്. $3 ട്രില്യൺ പണക്കാരെടുത്ത് പാവങ്ങൾ കൊടുത്തു. ഇപ്പോഴത്തെ ഒബാമ എല്ലാം തുടരും. സോഷ്യലിസം പ്രവർത്തിക്കും. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ആഗോള സാഹോദര്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരോട് ഞാൻ പറയും, നീ നിൻ്റെ എന്ന് പറഞ്ഞാൽ സോഷ്യലിസം പ്രസംഗിക്കുന്നത്. സോഷ്യലിസത്തെ എല്ലാവരും സഹോദരന്മാരെ എല്ലാവരും അപ്പൻ്റെ മക്കളോട് പറയണം. ഒരു കോമൺ ഫാദർ എന്ന് പറയാതെ കമ്മ്യൂണിസ്റ്റ് നിരീശ്വരനാണ്. എൻ്റെതെന്ന് പറയുന്നത് മുതലാളി നിർമനുഷ്യനാണ്. നിർമനുഷ്യത്വം പാപമാണ്, മൃഗീയത്വം പാപമാണ്, സ്വാർത്ഥതയാണ് ഏറ്റവും വലിയ സിദ്ധ. അതാണ് ഹവ്വ ആദ്യം ചെയ്തത്. ബ്രദറിന് കൊണ്ട് കൊടുക്കുക, സഹോദരന് കൊണ്ട് കൊടുക്കുക, ഭർത്താവിന് കൊണ്ട് കൊടുത്തു, പാവങ്ങൾ കൊടുത്തില്ല. അന്ന് തുടങ്ങിയതാണ് മനുഷ്യൻ്റെ സ്വാർത്ഥത. മനുഷ്യൻ മൃഗമായിക്കൊണ്ടിരിക്കുകയാണ്. മൃഗം മനുഷ്യനാണെന്ന് എനിക്ക് പറയാനുള്ളൂ. സ്വാർത്ഥത കുറിച്ചിടണം, സ്നേഹവും നന്മയും ചെയ്യണം. ഈ കെട്ടുമണിയാൽ ആവശ്യമായ സഭയോട് പണം ചോദിച്ചാൽ സഭ തരും. എനിക്ക് ഇതുവരെ തരാതിരുന്നിട്ടില്ല. സഭ എന്ന് പറയുന്നത് ഈ പരിമിത വരുമാനം അടുത്ത കാലത്താണ് പാവങ്ങൾ കൂടുതൽ മുൻകാലത്ത് കൊടുക്കാറില്ലായിരുന്നു. ഇപ്പോഴത്തെ കമ്മിറ്റിക്കാരെയും മാനിങ് കമ്മിറ്റിയെ അനുമോദിക്കുന്നു, ഭാവാസനെ അനുവദിക്കുന്നു. സിനഡിൻ്റെ മേൽക്കോയ്മ കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. നല്ല സിനഡ് വളർന്നു വരട്ടെ, സഭയ്ക്ക് സ്വാർത്ഥത കുറഞ്ഞു വരട്ടെ, സ്നേഹത്തോടെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 107 പെരുന്നാളിൽ 2 വാക്ക് പറയുന്ന ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രശ്നം അവസാനിപ്പിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിനന്ദനായ ഒസ്താത്യോസ് തിരുമേനി, ഇടവക മെത്രാപ്പൊലീത്ത അധ്യക്ഷന് അഭിനന്ദനായ ക്രിസോസ്റ്റമോസ് തിരുമേനി, അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ഡോക്ടർ ജോർജ് ജോസഫ്, സെമിനാരി മാനേജർ യുഹാനൻ റഹ്മാൻ, കൗൺസിലർമാരായ ബഹുമാനപ്പെട്ട തേക്കിലച്ചൻ, ജേക്കബ് തോമസ് അരികുളം, തോമസ് ടി പെരുമുല, ശ്രീ ജി ഉമ്മൻ, വേദിയിലും സദസ്